നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വളരെ വിഷമിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്, എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം. എപ്പോഴും കഷ്ടപ്പാടുകളും ദുരിതവും മാത്രമാണ് അനുഭവിക്കുന്നത്. ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാത്ത ഒരു അവസ്ഥ, വീട്ടിൽ വന്നു കയറിയാൽ ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു അവസ്ഥ, മനസ്സിനങ്ങ് വെപ്രാളമാണ്. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ, ജീവിതം ഒന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം വീട്ടിൽ ചെയ്തു എന്ന് വച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും മാറും. നിങ്ങളുടെ ജീവിതം ഐശ്വര്യത്താൽ വെച്ചടി കുതിച്ചുയരുന്നതാണ്. ആർക്കും ഒരു സംശയവും വേണ്ട. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും 2 കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഒരുപാട് കടബാധ്യതകൾ, ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ വലയുന്നവര്, എന്നും പ്രാക്കും വിളിയും കാരണം കിടന്ന് കഷ്ടപ്പെടുന്നവര്, ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കിടന്ന് വലയുന്നവര്, എന്നിങ്ങനെ ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു പരിഹാരങ്ങളിൽ 2 എണ്ണം ചെയ്യാം കേട്ടോ. 7 കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതിൽ നിന്ന് നിങ്ങളുടെ സൗകര്യത്തിന് 2 എണ്ണം ചെയ്യുക. അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ട 7 കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതിൽ 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് പറ്റുന്ന എല്ലാവരും ചെയ്യണം കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഒരു പിച്ചളയിലോ ചെമ്പിലോ തീർത്ത സൂര്യമുഖം ഇത് വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന ദിശയിൽ നിങ്ങളുടെ വീട്ടിൽ തൂക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം പടികയറി വരും. നിങ്ങളുടെ ജീവിതത്തിലെ സകല നെഗറ്റീവ് ഊർജവും, സകല പ്രാക്കും വിളിയും വിളിച്ചപേക്ഷയും, നിങ്ങളുടെ വീടിനെ ബാധിക്കുന്ന സകല ദോഷങ്ങളും ഇതിലൂടെ പമ്പ കടക്കുന്നതായിരിക്കും. ഐശ്വര്യം വീട്ടിലേക്ക് ക്ഷണിച്ച് വരപ്പെടും. ഇതാണ് സൂര്യമുഖം എന്ന് പറയുന്നത്. ഇത് പിച്ചളയിലോ ചെമ്പിലോ തീർത്ത് വാങ്ങണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കാൻ പറ്റും. ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, ചില മുത്തപ്പൻ ക്ഷേത്രങ്ങളിലൊക്കെ, അതുപോലെ തന്നെ മറ്റു ചില ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഏത് ക്ഷേത്രമായാലും കുഴപ്പമില്ല, ശിവക്ഷേത്രമായാലും മതി. കൊടുത്ത് ഇത് പൂജിച്ച് വാങ്ങിച്ച് ഇത് കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് എല്ലാവരും കാണത്തക്ക രീതിയിൽ, നമ്മുടെ അയൽക്കാരും നമ്മുടെ വഴിയിൽ കൂടെ പോകുന്നവരും ഒക്കെ കാണുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് കെട്ടുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വെറുതെ കെട്ടിയാൽ പോരാ, പൂജിച്ച് കൊണ്ടുവന്ന് തന്നെ കെട്ടണം. കാരണം നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെ വെറുതെ കൊണ്ടുവന്ന് കെട്ടിയത് കൊണ്ട് വലിയ കാര്യമുണ്ടാവില്ല. പൂജിച്ച് കൊണ്ടുവന്ന് കെട്ടണം. ഇനി കെട്ടേണ്ട കൃത്യമായിട്ടുള്ള ദിശ അല്ലെങ്കിൽ ഉത്തമമായ ദിശ എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ്. ഇനി വടക്ക് കിഴക്കേ മൂലയ്ക്ക് സ്ഥലമില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കെട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ, വീടിൻ്റെ കിഴക്ക് വശമോ വീടിൻ്റെ വടക്ക് വശമോ മധ്യത്തിലായും ഇത് കെട്ടാവുന്നതാണ്. വടക്ക് കിഴക്കേ മൂലയ്ക്ക് കെട്ടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും പിച്ചളയിലോ അല്ലെങ്കിൽ ചെമ്പിലോ തീർത്ത് നോക്കി വാങ്ങിക്കണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. കൃത്യമായ സാധനം കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമായിരിക്കും. സകലമാന ദോഷങ്ങളും തീരും. നിങ്ങളുടെ വീടിനെ ബാധിക്കുന്ന സകല ദോഷങ്ങളും തീർന്ന് ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ്. ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാ ദോഷങ്ങളും നീങ്ങിക്കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. ഇനി ആരെങ്കിലും ദോഷം നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടാൽ പോലും അത് തിരിച്ചങ്ങോട്ട് തന്നെ തിരിച്ചടിച്ചുകൊള്ളും എന്നുള്ളതാണ്. ഇതാണ് 1ാമത്തെ കാര്യം എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ആഹാരം കഴിക്കാനിരിക്കുന്ന നമ്മുടെ ഊണുമേശ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. സ്വർണ്ണത്താമര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വർണ്ണത്താമര എന്നുള്ള പേര് കേട്ടതുകൊണ്ട് അത് സ്വർണത്തിൽ തീർത്ത താമരയല്ല കേട്ടോ, സ്വർണ്ണ നിറത്തിലുള്ള താമരയാണ്. നിങ്ങൾക്കിത് വാങ്ങിക്കാനായിട്ട് ലഭിക്കും. ഇത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ ഊണുമേശയുടെ ഡൈനിങ് ടേബിളിന്റെ നടുക്കായിട്ട് വയ്ക്കുക. അത് നടുക്കായിട്ട് തന്നെ വെക്കണം. വീട്ടിൽ അതിഥികൾ വരുമ്പോഴൊക്കെ അതവിടെ ഇരുന്നു കൊള്ളട്ടെ. പുറത്തു നിന്ന് വരുന്നവരൊക്കെ അത് കണ്ടുകൊള്ളട്ടെ, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ സ്വർണ്ണത്താമര വാങ്ങിച്ചു വെച്ച് നോക്കിക്കേ, സകല സാമ്പത്തിക ദോഷങ്ങളും മാറും. ആ വീട്ടിൽ ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാകില്ല. വെച്ചടി ഉയർച്ചയായിരിക്കും ആ വീടിനെ തേടി എത്തുന്നത്, ആ വീട്ടിലുള്ള ആളുകളെ തേടി എത്തുന്നത് എന്നുള്ളതാണ്. സ്വർണ്ണത്താമരയാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു സ്വർണ്ണത്താമര വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഇനി അടുത്തത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. നമ്മുടെ വീടിന്റെ തെക്ക് കിഴക്കേ മൂലയ്ക്കോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ നട്ടു വളർത്തേണ്ട ഒരു ചെടിയെക്കുറിച്ചാണ് മൂന്നാമതായിട്ട് പറയുന്നത്. ഇത് വളർത്തുമ്പോൾ അതിരിനെ വളർത്തണമെന്നാണ് പറയുന്നത്. എന്താണ് അതിര് എന്ന് പറയുന്നത്? നമ്മുടെ വീടിന്റെ ബൗണ്ടറി അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിന്റെ അതിര്, അത് നട്ടു വളർത്താം. ഈ ഒരു ചെടി നട്ടു വളർത്താം എന്നുള്ളതാണ്. വീടിന്റെ തെക്ക് കിഴക്കേ മൂല കണക്കാക്കി അതിരിനോ അല്ലെങ്കിൽ വീടിന്റെ തെക്ക് വശത്ത് മധ്യത്തിലായിട്ട് അതിരിനോ വേണം ഇത് വയ്ക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെടി മറ്റൊന്നുമല്ല, മൈലാഞ്ചി ചെടിയാണ്. പണ്ടുകാലങ്ങളിലൊക്കെ ഒരുപാട് വീടുകളിൽ ഈ പറഞ്ഞതുപോലെ വീടിന്റെ അതിരുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇന്ന് വളരെ റെയറായിട്ടാണ് അത് കാണുന്നത്. പക്ഷെ ഇത് നമ്മൾ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ ഏറെ ഐശ്വര്യപ്രദമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുരയിടം അറിയാം, പുരയിടത്തിന്റെ അതിരറിയാം. വീടിന്റെ ഈ പറഞ്ഞ തെക്ക് കിഴക്കേ മൂല കണക്കാക്കി ആ ഒരു അതിരെങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് ഒരു കയറ്റമൊക്കെ കെട്ടി നിങ്ങൾക്ക് ആ ഒരു മൂല വരുന്ന ഭാഗത്ത് നേരെ ഭാഗത്ത് വളരെ ഭംഗിയായിട്ട് ഈ മൈലാഞ്ചി ചെടി നട്ടു വളർത്തുക. സകല ദോഷങ്ങളും തീർത്തു തരും. നമ്മുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി പ്രീതി കൊണ്ടുവരും എന്നാണ് പറയുന്നത്. മഹാലക്ഷ്മി വസിക്കുന്ന ദിക്കാണ് ഈ തെക്ക് കിഴക്കെന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും വെച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ വീടിന്റെ സ്വീകരണ മുറി അഥവാ ഹാളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു കാര്യം. ഈ ഹാളില് അല്ലെങ്കിൽ സ്വീകരണ മുറിയിൽ എപ്പോഴും ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ഒരു നാരങ്ങയിട്ട് വയ്ക്കുക. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ, നമ്മുടെ വീട്ടിലേക്ക് നോക്കുന്നവരൊക്കെ കാണുന്ന രീതിയിൽ, എല്ലാവരും കാണത്തക്ക രീതിയിൽ അത് പ്രധാന വാതിലിന് നേരെ ആയാലും കുഴപ്പമൊന്നുമില്ല, വീടിനകത്ത് എവിടെയെങ്കിലും ഇത് വയ്ക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് എല്ലാവരുടെയും ദൃഷ്ടി പതിയത്തക്ക രീതിയിൽ വേണം ഇത് വയ്ക്കാനായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പേര് വരുന്നതാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പേര് നോക്കുന്നതാണ്. ആ സമയത്ത് കാണുന്ന രീതിയിൽ, വരുന്നവര് കാണുന്ന രീതിയിൽ ഒരു ഗ്ലാസ്സിൽ ഒരു നാരങ്ങ ഇട്ട് വയ്ക്കുക. 3 മുതൽ 5 ദിവസം വരെ അത്തരത്തിൽ വയ്ക്കാവുന്നതാണ്. 5 ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ആ നാരങ്ങയും ആ ജലവും എടുത്ത് മാറ്റി വീണ്ടും ജലം നിറച്ച് വേറൊരു നാരങ്ങയിട്ട് ഇത്തരത്തിൽ വയ്ക്കുക. ഇത് സ്ഥിരമായിട്ടൊന്ന് വച്ചു നോക്കിക്കേ, ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന സകല മന്ദതയും, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന സകല മനപ്രയാസങ്ങളും കുറേശ്ശെയായി അലിഞ്ഞ് ഇല്ലാതായി എല്ലാം മംഗളമായി കിട്ടുന്നതാണ്. ഇതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലുണ്ടല്ലോ, മഹാലക്ഷ്മി ദേവി വീട്ടിലേക്ക് പടികടന്ന് വരുന്ന ഭാഗമാണ് നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത്. ആ പ്രധാന വാതിലില് ഞാൻ ഈ പറയുന്ന 2 ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലേഖനം ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 2 ചിഹ്നങ്ങൾ? ഒന്ന് ഓം, ഒന്ന് സ്വസ്തിക ചിഹ്നം. ഈ 2ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിൽ വരച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ചില വീടിന്റെ പ്രധാന വാതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഈ സ്വസ്തിക് ചിഹ്നമോ അല്ലെങ്കിൽ ഓം ചിഹ്നമോ ഒക്കെ ആ ഒരു വാതിലിൽ ഇങ്ങനെ കൊത്തുപണി പോലെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള വീടുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതില്ല. ഇനി അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞളും കുങ്കുമവും ചാലിച്ച് ഏറ്റവും മനോഹരമായിട്ട്
ഒരു സ്വസ്തിക ചിഹ്നം വരച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഓം ചിഹ്നം ആ പ്രധാന വാതിലിൽ വരച്ചു വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഒരുപാട് വീടുകളിൽ ഇത് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുമുണ്ട്. ഏറ്റവും ഐശ്വര്യമുള്ള ഒരു കാര്യമാണിത്. മഞ്ഞളും കുങ്കുമവും ചാലിച്ച് സ്വസ്തിക ചിഹ്നം വരയ്ക്കുക, അല്ലെങ്കിൽ ഓം ചിഹ്നം പ്രധാന വാതിലിൽ വരച്ചു വയ്ക്കുക. മഹാലക്ഷ്മി പ്രീതിക്ക് ഇതിലും വലിയൊരു കാര്യം വേറെ വരാനില്ല എന്നുള്ളതാണ്. അപ്പോൾ പറ്റുന്നവര് ഇത് ചെയ്യുക എന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടിന്റെ അടുക്കളപ്പുറവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ വീടിന്റെ അടുക്കളപ്പുറമെന്ന് പറഞ്ഞാൽ അടുക്കള വാതിൽ തുറന്നിറങ്ങുന്ന ആ ഒരു സ്ഥലമാണ് അല്ലെ. ആ അടുക്കള വാതില് തുറന്നിറങ്ങുന്ന സ്ഥലത്ത് ഒരു ചട്ടിയില് നല്ല ഒരു മൂട് പനിക്കൂർക്ക നട്ടു വളർത്തുക. എന്താണ് ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത്? ഞവര എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ, പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ചെടി വളരെ കൃത്യമായിട്ട് അടുക്കളപ്പുറത്ത് നട്ടു വളർത്തുക. ഒരു ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പറ്റുമെങ്കിൽ ഒരൽപ്പം പൊക്കിയൊന്ന് നിർത്തണം. അത്തരത്തിൽ വളർത്തുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. ആ വീട്ടിലെ സ്ത്രീകൾക്കാണ് അതിൻ്റെ ഗുണവും ഉയർച്ചയും ലഭിക്കുന്നത്. അടുക്കളപ്പുറത്ത് ഒരു മൂട് പനിക്കൂർക്ക വളർത്തുക എന്നുള്ളതാണ് 6ാമത്തെ കാര്യം. ഇനി 7ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഭഗവാനും ഭഗവതിയും കടന്നു വരുന്ന ദിക്കാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഒരു ഓട്ടുരുളി വാങ്ങിച്ചിട്ട്, വളരെ ചെറുതു മതി, നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, വലുതൊന്നും വേണ്ട, ചെറുതു മതി. അതിൽ ദിവസവും നമ്മൾ വിളക്ക് കത്തിക്കുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ആ ഒരു ഉരുളിയിൽ കുറച്ച് ജലമെടുക്കുക. ആ ജലത്തിലേക്ക് നിങ്ങളുടെ വീട്ടിലുള്ള പൂവ് മതി. പൂവും തുളസിക്കതിരും, പൂവിടുന്നതാണ് ഏറ്റവും നല്ലത്. പൂവില്ലെങ്കിൽ മാത്രം തുളസിക്കതിര് നുള്ളിയിടുക. ഇട്ടിട്ട് അത് നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് കൊണ്ടുപോയി വയ്ക്കുക. ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഒരു വീട്ടിലെ സകല നെഗറ്റീവ് ഊർജത്തെയും അത് ഇല്ലാതാക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും. അമ്മമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത്. ഇതാണ് 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യണം. 7 എണ്ണവും ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കുറഞ്ഞത് 2 എണ്ണമെങ്കിലും വീട്ടിൽ ചെയ്യുക. സകല ദുഃഖ ദുരിതങ്ങളും തീരും. അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇതിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന 2 കാര്യം ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.